ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പം നമുക്കും സുഖമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് അവിലും തേങ്ങയും ശർക്കരയും പിന്നെ കപ്പലണ്ടി കടല എന്നൊക്കെ പറയില്ലേ, അതും വെച്ചിട്ട് നമുക്കിന്നൊരു ചക്കര മിഠായി ഉണ്ടാക്കാം. അപ്പോൾ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ. നമുക്ക് തേങ്ങ ആദ്യം ഒന്ന് വറുത്തെടുക്കാം. അതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിക്കണ്, അതിക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിക്കണ്. അപ്പം മറ്റേ അടുപ്പിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ഒരുപാടൊന്നും ഇല്ല, കുറച്ചുള്ളൂ ഉണ്ടാക്കണം കേട്ടോ. അപ്പം അതിലേക്ക് ശർക്കര ഉരുക്കാൻ വേണ്ടിയാണ്ട് അതും കൂടി അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ. അപ്പം ശർക്കര അവിടെ കടന്നിങ്ങനെ ഉരുകി ആയി വരുമ്പോഴത്തേന് നമുക്ക് തേങ്ങയും അവിലും ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ ഇങ്ങനെ വറുത്ത് ഏകദേശം വറുവായപ്പോൾ ഞാൻ 2 ഏലക്കായ, ഒരുപാട് ഏലക്കായ ഒന്നും ഇട്ടില്ല, 2 ഏലക്കായ മാത്രമേ ഉള്ളൂ ഇട്ടിട്ട് അപ്പം അതും കൂടി കൂട്ടി നന്നായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ബ്രൗൺ കളറൊന്നും ആവണ്ട, ഏകദേശം ഒന്ന് വറുവായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതാ ശർക്കര ഏകദേശം ആയിക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ പാനിൽ തന്നെയാണ് അവിൽ ഒന്ന് ചൂടാക്കി എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അവിലും അതിലിട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. വെള്ള അവിലാട്ടോ. അപ്പോൾ നമ്മളെ അവിലും ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് രണ്ടും ഒന്നിൽ തന്നെ ഇട്ടേക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടിയും കൂട്ടി ഒരുമിച്ച് പൊടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലോണം അങ്ങോട്ട് പൊടിഞ്ഞ് ഇതാവൊന്നും വേണ്ട, ഒരു പാകത്തെ കുറച്ച് തരിതരിയോട് കൂടെയാണെങ്കിൽ അങ്ങനെ നമുക്ക് രസമാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ അത് ഞാൻ ഈ പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിക്കണം. ഇനി നമുക്കിതിൽ ഈ കപ്പലണ്ടി വറുത്ത കപ്പലണ്ടി തന്നെയാണ്, എന്നാലും ഞാനൊന്നും കൂടി അത് കൊടുന്ന് വെച്ചിട്ട് ചൂടൊക്കെ ആറിയതല്ലേ, അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാനില്ലതല്ലേ, ഇത് ഒന്നും കൂടി ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ചൂടാക്കിയിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ചൂട് കുറച്ചൊന്ന് ഇതായി വരുമ്പോൾ അതിൻ്റെ തൊലി കളയണം. അപ്പോൾ നമുക്ക് കൈ വെച്ചിങ്ങനെ ഞെവിടിയെടുത്താൽ പിന്നെ അതിൻ്റെ തൊലികളൊക്കെ പൊയ്ക്കോളും. എന്നിട്ട് നമുക്ക് അതും ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൈ വെച്ചൊന്ന് നല്ലോണം ഞെവിടി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയട്ടെ. അപ്പോൾ ഇതാ തേങ്ങയും അവിലും കൂടി ഞാൻ ഈ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ എല്ലാം ഒന്നിക്ക് തന്നെ ഇട്ടുങ്ങാണ്ട് ഒരു മിക്സിൻ്റെ ജാറിൽ കൊള്ളു കേട്ടോ, അത്രക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ അതും കൂടി അതിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ച് എടുക്കട്ടെ. എന്നിട്ട് വേണം കപ്പലണ്ടിയും പൊടിച്ചാൻ. അപ്പോൾ ഇതാ അത് പൊടിച്ചു കൊടുന്നിക്കണാണ്, ഇത് കണ്ടോ, ഈ പാകത്തിലാണ് പൊടിച്ചിക്കണത്. ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ അടിയിലില്ല മൊത്തത്തിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് പൊടിയൊക്കെ അടിയിലൊക്കെ ഉണ്ട്. ഇനി നമ്മൾ കപ്പലണ്ടി തോലി പൊളിച്ചതാണിത്, അത് ഞാൻ ഇനി ആ ജാറിൽ തന്നെയാണ് ഇട്ട് പൊടിച്ചത് കേട്ടോ. അപ്പം അതും കൂടി പൊടിച്ചെടുക്കട്ടെ. ഒന്നും നല്ല നൈസായി ഒന്നും പൊടിച്ചിട്ടില്ല കേട്ടോ, അങ്ങനെയൊന്നും പൊടിച്ചാതെ തന്നെ പറ്റും. ഇത് നമ്മൾ ശർക്കരയ്ക്കല്ലേ ഇടണേ, അപ്പോൾ അതിലിട്ടുങ്ങാണ്ട് നല്ലോണം ഇളക്കിയെടുക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലേ കുട്ടികൾ പിന്നെ വീണ്ടും വീണ്ടും ചോദിച്ചും കൊണ്ടിരിക്കും, അത്ര ടേസ്റ്റാണ്. അപ്പം ഞാൻ കുറച്ച് പിന്നെ കപ്പലണ്ടി മാറ്റി വെച്ചിക്കണ്. അതെന്തിനാ വെച്ചാൽ ഇതിലിങ്ങനെ നമുക്കിങ്ങനെ കടിച്ചാൻ വേണ്ടിയാണ്ട് വെറുതെ ഒന്നിങ്ങോട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടുങ്ങാണ്ട് ഒന്ന് കറക്കിയെടുക്കാൻ വേണ്ടിയാണ്. അതിക്ക് ഞാൻ 2 പിന്നെ ബദാം പരിപ്പ് ഇട്ടിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്കിത് പാന് അടുപ്പത്ത് വെച്ചിക്കണ്, അതൊന്ന്
ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ അരിച്ചങ്ങാണ്ട് ഒഴിക്കണം കേട്ടോ. കാരണം അതിൽ കരടും കുറുമ്പും ഒക്കെ ഉണ്ടാവും, കല്ലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പാനിലത് ഒന്ന് ചൂടായി പിന്നെ ആദ്യം ചൂടാക്കി വെച്ചതാണെങ്കിലും ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ അതിന് ചൂടാറിയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും അത് അടുപ്പത്ത് വെച്ചങ്ങാണ്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ പൊടിച്ച് വെച്ച സംഭവങ്ങളൊക്കെ ഓരോന്നോരോന്നാക്കി ഇട്ടിട്ട് നല്ലോണം ഇളക്കണം കേട്ടോ. എല്ലായിടത്തും ശർക്കര പാനിയിൽ കടന്നിട്ട് അത് എല്ലായിടത്തും കൂടി ആകണം. നല്ലോണം ഇളക്കിയെടുക്കണം കേട്ടോ. ആദ്യം ഈ പിന്നെ അവിലും തേങ്ങയും കൂടിയും കൂട്ടി നല്ലോണം ഇളക്കിയെടുത്തിട്ട് അതിക്ക് പിന്നെ ഇട്ട് കൊടുത്താൽ മതി നമ്മളെ കപ്പലണ്ടി പൊടിച്ചത് കേട്ടോ. എന്നിട്ട് പിന്നെ വീണ്ടും അത് നല്ലോണം ഇളക്കി മറിച്ച് പിന്നെ ആകെ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. ഇനി നമുക്ക് ഇതിക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കപ്പലണ്ടി പൊടിച്ചതാണ്. ഇവിടെ വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് പിന്നെ നമ്മൾ അതിങ്ങനെ ഇളക്കുമ്പോൾ നമ്മളെ ചട്ടകം വേറെ വേറെ ആയി ഇങ്ങനെ വരും. ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഇത് വെന്ത സംഭവം തന്നെ ആയതുകൊണ്ട് വേകാനൊന്നുമില്ല. എന്നാലും ഇത് നമുക്ക് ഉരുട്ടുമ്പോൾ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഓരോരോ ഉരുളകളാക്കുമ്പോൾ നല്ലോണം വേറിട്ട് വരാൻ വേണ്ടിയാണ് ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ടായി വരണം. ഇനി നമുക്ക് അതിക്ക് ക്രഷ് ചെയ്ത് വെച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കുക. അത് കൂട്ടിങ്ങാണ്ട് പിന്നെ നന്നായി ഇളക്കി ഒന്നും കൂടി ഇതാക്കിയിട്ട് നമുക്കിത് വേറൊരു പാത്രത്തേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ആരും മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടുകൊണ്ടു. അപ്പോൾ അത് കണ്ടോ ഇങ്ങനെ ഉരുട്ടി ആദ്യം ഞാനൊന്ന് ഉരുട്ടി നോക്കി വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയാണ്ട്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കണ മരുന്നിൻ്റെ ആ അളവ് പാത്രമല്ലേ, ആ സംഭവമാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ അത് നല്ലോണം കഴുകി നന്നാക്കിയ ഒരു അടപ്പാണ്. ആ അടപ്പൊക്കെ നമ്മൾ നല്ലോണം അത് അമർത്തി വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല അടിപൊളി ഒരു ഷേപ്പിലായി വരും കേട്ടോ. പെട്ടെന്ന് ഒന്ന് വെല്ലം നെക്കി കൊടുത്താലും മതി. ഇനി ഒന്ന് രണ്ടെണ്ണമൊക്കെ നമ്മളിങ്ങനെ നെക്കുമ്പോൾ നമ്മൾ അങ്ങനെ വരും. പിന്നെ നമ്മൾ കൈ തന്നെ കഴിയുമ്പോൾ രണ്ട് ഭാഗവും വെച്ച് ഇങ്ങനെ ഇതാക്കുമ്പോൾ കൈക്ക് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമുക്കിതിങ്ങനെ ഈ ഷേപ്പിലാക്കിയാണ്ട് നമുക്കിത് ഫുള്ളും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഇതിങ്ങനെ ആക്കി ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളി ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അത് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം അങ്ങനെ അപ്പം നമുക്കിത് ബാക്കിയെല്ലാം കൂടി ഉണ്ടാക്കാം. അപ്പോൾ കണ്ടോ ഇത്രയാണ് നമുക്ക് ഉണ്ടാക്കിയിട്ട് കിട്ടിയിരിക്കണത്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ. അസ്സലാമു അലൈക്കും.